IVF എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ട്യൂബൽ ഗർഭം ഉണ്ടാവുമോ ഇല്ലയോ? സത്യം പറഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മളൊരു ഭ്രൂണം യൂട്രസിൽ നിക്ഷേപിക്കുന്നത് ഈ ഗർഭപാത്രത്തിന്റെ ഈ ഫണ്ടസിൽ നിന്നും ഒരു 1.5-2 സെന്റിമീറ്റർ താഴെയായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിക്ഷേപിക്കുന്ന ഒരു ഭ്രൂണം ഒരു കാലത്തും ഈ സൈഡിലോട്ടൊന്നും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല ശതമാനം അൾട്രാസൗണ്ടിന്റെ ഗൈഡൻസ് വെച്ചാൽ നമ്മൾ അൾട്രാസൗണ്ട് വെച്ചുകൊണ്ട് ആണ് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഒരു യൂട്രസിനുള്ളിൽ നിക്ഷേപിക്കുന്ന ഭ്രൂണം തീർച്ചയായിട്ടും വെളിയിലോട്ട് ചെതറിപ്പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഒരു 1-2% റിസ്ക് അവിടെ ഉണ്ട്. അപ്പം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഇത്രയൊക്കെ പ്രിക്കോഷൻസ് ഇട്ടിട്ടും എന്തുകൊണ്ട് ട്യൂബിലോട്ട് കയറിപ്പോയി? അപ്പം ഇത് ഒരിക്കലും ഉണ്ടാവത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ വേറെ ചില കണ്ടീഷൻസ് ആണ്. നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഇച്ചിരി ഫോഴ്സ്ഫുള്ളി ഇഞ്ചെക്ട് ചെയ്താൽ ചില ഭ്രൂണം തെറിച്ച് പോകാം. അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ അളവ് അല്പം കൂടിക്കഴിഞ്ഞാൽ അത് ഡിസ്പേഴ്സ്ഡ് ആവാം. പക്ഷേ ഇതൊക്കെ കൂടുതലും ഒരു 0.2-0.3 മൈക്രോ ലിറ്റർ ഫ്ലൂയിഡാണ് നമ്മൾ ഈ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ മൂലം ഡിസ്പ്ലേസ്ഡ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പം മുമ്പ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ട്യൂബിന് ഡാമേജ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പെൽവിക് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ IVF ചെയ്താലും ട്യൂബൽ പ്രഗ്നൻസിക്കുള്ള റിസ്ക് എലമെൻറ്റ് കൂടുതലായിരിക്കും.